എഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ. മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഇതാ എഴുന്നള്ളി എഴുന്നള്ളി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഈശോ, നമുക്ക് വേണ്ടതെല്ലാം നൽകാൻ വന്നിരിക്കുന്ന ഈശോ. ഈശോ പറഞ്ഞു, നീ എൻ്റെ അടുത്തിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ അടുത്തിരിക്കുക. ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന ഒരു കല്ല് അല്പസമയം കൊണ്ട് ചൂടാവുന്നു. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ആ ചൂട് ഭൂമിയിലേക്ക് പ്രസരിക്കുന്നു. എന്നപോലെ ഈശോയുടെ അടുത്തിരിക്കുന്ന നമ്മളിലേക്ക്
ഈശോയുടെ ആ പ്രകാശം, ഈശോയുടെ ജ്ഞാനം പ്രസരിക്കണം. ആ ജ്ഞാനത്തിന് വേണ്ടി നമുക്കൊന്ന് ദാഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജ്ഞാനം തന്നെയായ ഈശോയെ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ആ ജ്ഞാനം നമ്മളിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിലേക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം. ഏതാനും നിമിഷം ഇപ്പോൾ നമ്മൾ മൗനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുകയല്ല, നിങ്ങൾ ഈശോ പ്രാർത്ഥിക്കുന്നു. നിങ്ങളത് ഈശോയുടെ പ്രാർത്ഥനയിലൂടെ ഒഴുകുന്ന ജ്ഞാനവും കൃപയും നിങ്ങൾ സ്വീകരിക്കുക. ഈശോ പ്രാർത്ഥിക്കുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. ശാന്തമായി ഈശോയുടെ അടുത്ത് ഇരിക്കുന്നു. ഈശോ വിളിച്ച ഓരോരുത്തരും, ഈശോയുടെ വാത്സല്യഭാജനങ്ങളായ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ഇന്ന് രാവിലെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപ് മനസ്സിലാക്കി. ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം ഉള്ളിൽ കണ്ടുകൊണ്ട് അല്പസമയം ശാന്തമായി ഇരിക്കുക. ഈശോ എല്ലാം നമുക്ക് വേണ്ടി പകരുന്നു എന്നുള്ള ബോധ്യത്തിൽ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം, ദൈവത്തിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദാഹത്തോടെ ഒരിക്കൽ ജ്ഞാനത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ.
ദിവ്യമം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നമുക്കുണ്ടാകേണ്ട ഒരു റിപ്പൻറ്റൻസ്, അനുതാപം ഇതാണ്. നമ്മുടെ പാപത്തെക്കുറിച്ച് എന്ന പോലെ തന്നെ എന്താണ് വാസ്തവത്തിൽ പാപം? ജെറമിയായിൽ പറയുന്നുണ്ട്, എന്താണ് എൻ്റെ ജനം 2 പാപം ചെയ്തു. എന്താണ് ആ പാപം? അവർ എന്നെ അറിയുന്നില്ല. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ തിരസ്കരിച്ചു. യേശയ്യാ ആരംഭിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്, കാളതൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനമറിയുന്നില്ല. കണ്ടോ, അറിവില്ലായ്മയാണ്. ആരെക്കുറിച്ചുള്ള അറിവില്ലായ്മ? നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. കാളയ്ക്ക് അതിൻ്റെ യജമാനനെ അറിയാം, പക്ഷേ ജനത്തിന് അവരുടെ യജമാനനെ അറിയുന്നില്ല, അവരുടെ ഇടയനെ അറിയുന്നില്ല. നമ്മളെ വിളിച്ചവൻ എന്തോ ഒരു പരമപരിശുദ്ധനും കാരുണ്യവാനുമാണ്. എന്നാൽ നമ്മൾ അവൻ്റെ വചനമോ അവൻ്റെ ജ്ഞാനമോ അറിയുന്നില്ല. നമ്മുടെ മാനുഷികമായ വിജ്ഞാനത്തിലൂടെ പലതും നമ്മൾ ചെയ്തുന്നു. ദൈവമേ, ഞാൻ അനുതപിക്കുന്നു. അങ്ങയെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ പ്രതി ഞാൻ അനുതപിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ പ്രതി ഞാൻ അനുതപിക്കുന്നു. നാളിതുവരെ ദൈവത്തിൻ്റെ ജ്ഞാനം ചോദിക്കാതെ ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെപ്രതി ഞാൻ അനുതപിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനം ചോദിക്കാതെ സ്വന്തം ആശയങ്ങളെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുള്ള അവസരങ്ങളെ പ്രതി അനുതപിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം പകരാൻ ലഭിച്ചിരിക്കുന്ന നിരവധി അവസരങ്ങളെ പാഴാക്കിപ്പോയല്ലോ എന്നതിനെ പ്രതി അനുതപിക്കുന്നു. ദൈവമേ, ജ്ഞാനം പകരണമേ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8ഉം 9ഉം 8ാമത്തെ വചനം പറയുന്നത് ഇതാണ്, കേൾക്കാം. എഫേസോസ് 1:8-9 പറയുന്നത്, ഇവിടെ പോയി, ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സാവധാനം. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഈ കൃപയാകട്ടെ ജ്ഞാനത്തിലും വിവേകത്തിലും. അതാണ് ദൈവത്തിൻ്റെ കൃപ. മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും വേണം. അത് നമുക്ക് ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് പറയണത്. നമ്മളിലേക്ക് സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു.
ഒന്നുകൂടി സാവധാനം വായിക്കാമോ വചനം? ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ആ കൃപ എന്താണെന്ന് കൂടി ഒന്ന് വായിച്ചോ. 7ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ഡൺ, ഇറ്റ്സ് ഓൾറെഡി. ഇനി 17ാമത്തെ വചനത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. കൊളോസ്യോസ് 3:10. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. സാവധാനം നമ്മളൊന്ന് എണിക്കാൻ പോവുകയാണ്. നമ്മളിനി മുട്ടുകുത്തി അല്ലെങ്കിൽ എണിറ്റ് അല്പം ശബ്ദമുയർത്തി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത്രയും സമയം നമ്മൾ പ്രാർത്ഥിച്ചത് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, മനസ്സല്ല, ആത്മാവ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? എല്ലാവരും ഒന്ന് അധരം തുറന്ന് ശബ്ദമുയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയില്ല എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെന്ന് തന്നെ, പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വലിയ കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അത് നമ്മിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷാല ഹലബല. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലബാ ലബാ ലബലബാ ലബലബാ ഹല്ലബാ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആത്മാവ് തന്നെ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ഉടമ്പടി ബന്ധത്തിലാണ് ഞങ്ങൾ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അധരം തുറന്ന്
ഭാഷാപരത്തിൽ ശബ്ദമുയർത്തി പുതിയ ഭാഷാപരം ഉണ്ടാകട്ടെ, പുതിയ ഭാഷകൾ ഉണ്ടാകട്ടെ, പുതുഭാഷകൾ ഉണ്ടാകുന്നു. ഇതാ ലംബ 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 റബഖീരിയ ലബഖീരിയ 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 ശലബല ബല 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 ശലബല ബല 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 ബല. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും ഇല്ല, യേശു നാമമല്ലാതെ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല, യേശു നാമമല്ലാതെ. ആ യേശു ഇതാ നമ്മുടെ മുമ്പിൽ, ലോകം മുഴുവനെയും ശുദ്ധീകരിക്കുന്ന ദൈവീകരിക്കുന്ന യേശു ഇതാ നമ്മുടെ മുമ്പിൽ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിളിക്കുള്ളിലെ വിളി തുറക്കണമേ, വിളിക്കുള്ളിലെ വിളി തുറക്കണമേ, വിളിക്കുള്ളിലെ വിളി അഭിഷേകമാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന വരദാനങ്ങൾ തുറക്കട്ടെ. ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്ന വരദാനങ്ങൾ തുറക്കട്ടെ. ജ്ഞാനത്തിന്റെ വചനം തുറക്കട്ടെ, വിവേകത്തിന്റെ വചനം തുറക്കട്ടെ, രോഗശാന്തി വരങ്ങൾ തുറക്കട്ടെ, പ്രവാചക വരങ്ങൾ തുറക്കട്ടെ, ശുശ്രൂഷ വരങ്ങൾ തുറക്കട്ടെ. വിവിധ ശുശ്രൂഷകൾ പുതിയതുണ്ടാകട്ടെ, പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. ലംബ 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 ദൈവജ്ഞാനം പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകട്ടെ. ലബ 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 എല്ലാവരും ആദരം തുറന്നുകൊണ്ട് വിളിക്കുള്ളിലെ വിളി. നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തയാണ്, നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങളും അവയേക്കാൾ വലിയവയും ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങളും അവയേക്കാൾ വലിയവയും ചെയ്യും. വലിയ കാര്യങ്ങൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും. വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ വരദാനങ്ങൾ, വലിയ ദാനങ്ങൾ തുറക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന എല്ലാ അത്ഭുതങ്ങളും അവർക്ക് രോഗശാന്തിയും കൊടുക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി വിശ്വാസത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടിയാണ്. വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. എന്താണ് അവർക്കുണ്ടാകുന്ന ഒരു അടയാളം? അവർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗം സൗഖ്യമാകും. അവർ സൗഖ്യമായി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് രോഗമായിട്ടുണ്ടാകാം. പക്ഷെ എന്തിനാണത്? അടയാളമാണത്. എന്തിൻ്റെ അടയാളം? വിശ്വാസിയുടെ അടയാളം. എന്താണ് വിശ്വാസം? അവനിൽ യേശു ക്രിസ്തു വസിക്കുന്നു. അതുകൊണ്ട് യേശു ചെയ്ത കാര്യങ്ങളെല്ലാം അവനും ചെയ്യും. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ അപ്പസ്തോലന്മാർ മുക്കുവരായ അവരെ വിളിച്ചിട്ട് ആദ്യം തന്നെ അവർക്ക് വരങ്ങളാണ് കൊടുത്തത്. റൈസ് ദ ഡെഡ്, ക്ലെൻസ് ദ ലെപ്പർ, കാസ്റ്റ് ഔട്ട് ഡീമൺസ്, ഹീൽ ദ സിക്ക്. ഇതാണ് രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും. നമുക്കാണ് മരണം വലിയ പ്രശ്നം. മരണം ദൈവത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല. ജനിച്ചവരെല്ലാവരും മരിക്കാനുള്ളവരാണ്. വാസ്തവത്തിൽ ഇത്രയും വലിയ ആശുപത്രികളും ഇത്രയും വലിയ വെന്റിലേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ മരിക്കുന്നവർ വേഗം മരിച്ചു പോട്ടെ. എന്തിനാ അവരിവിടെ നീട്ടിക്കൊണ്ട് പോണേ? ഒരു വർഷം നീട്ടിയെന്ന് വിചാരിച്ചും കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ നീട്ടുന്നത്? ഈ ജീവിതത്തിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത് കൊണ്ടാണ്.
അതാണ് പൗലോസ് പറയുന്നത്, ഈ ജീവിതത്തിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ക്രിസ്തുവിൽ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. അടിസ്ഥാനപരമായ മാറ്റങ്ങൾ നമ്മളുടെ വിശ്വാസത്തിൽ ഉണ്ടാകണം. നമ്മൾ ഇന്ന് നിലവിലുള്ള വിശ്വാസം മുഴുവനും, എന്നോട് ക്ഷമിക്കണം, ഒരു പരിധിവരെ ഈ ജീവിതത്തിലുള്ള സുഖ സൗകര്യങ്ങളും സംവിധാനങ്ങളും ആണ്. എന്നാൽ നിന്റെ ദേശം എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. കാര്യമായിട്ട് തന്നെ ഒന്ന് പാടുക. എൻ്റെ ദേശം ഇവിടെയല്ല. ഈ ഭാരതത്തിലുള്ള എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും വിശ്വസിക്കണം, നമ്മളിവിടെ പരദേശവാസിയാണ്. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. കൊച്ചുത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയോട് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. കൊച്ചുത്രേസ്യക്ക് 4-4.5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഒരു 3.5 വയസ്സുള്ള കൊച്ച് അമ്മയോട് പറയണേ, അമ്മ എന്തിനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അമ്മ വേഗം അങ്ങ് മരിച്ച് സ്വർഗത്തിൽ പോയിക്കൂടെ. ഒന്ന്, സ്വർഗം ഷുവറായിരുന്നു, നമ്മുടെ മാതിരി സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുമോ എന്ന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. സ്വർഗത്തിൽ തന്നെ പോകുള്ളൂ. അതാണ് ഉണ്ടാകേണ്ട വിശ്വാസം. ഒന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ എവിടെ പോകും വേറെ പറയും. രണ്ടാമത്, കൊച്ചുത്രേസ്യ എന്നും പ്രാർത്ഥിച്ചിരുന്നു, എന്നെ വേഗം സ്വർഗത്തിൽ കൊണ്ടുപോകും. കാരണം എനിക്ക് ഇവിടെ നിന്ന് സുവിശേഷ വേല ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്വർഗത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഞാനും അത് തന്നെ പറഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ പ്രഘോഷിക്കണം, പക്ഷേ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് പാകിസ്ഥാനിലും ചൈനയിലേക്കും റഷ്യയിലേക്കൊക്കെ ഒരേ സമയത്ത് പ്രഘോഷിക്കാം. നിങ്ങൾക്കും അതുകൊണ്ട് ഇവിടെ നിൽക്കണോ അവിടെ പോകണോ? എവിടെ വേണം? ഇവിടെ നിൽക്കണോ അവിടെ പോകണോ? ഒന്ന് പറഞ്ഞ്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. അറ്റ്ലീസ്റ്റ് മരണഭയം പോയോ ഇല്ലയോ? നമുക്കുണ്ടാകേണ്ട പ്രധാന ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന കാര്യം, മരിക്കാൻ ഭയം ഉണ്ടാകരുത്. ഈ രക്തസാക്ഷികളെല്ലാം ഭയങ്കര ആനന്ദമായിരുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക്. കാരണം അവരെ സംബന്ധിച്ച് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തേക്കണ അവർക്ക് മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നേരെ സ്വർഗത്തിൽ പോകുന്നു. ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ അത് വേഗം. മരണമെന്നത് വലിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിനുമായി യേശുവുമായിട്ടുള്ള ഐക്യത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു കാര്യം അതാണ്. യേശുവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരും ജീവിക്കുന്നവരാണ്, ആരും മരിച്ചവരല്ല. എല്ലാവരും ജീവിക്കുന്നവരാണ്. മരിച്ചവരും ദൈവത്തെ സംബന്ധിച്ച് ജീവിക്കുന്നവരാണ്. ഏതാണ് വചനം? എല്ലാവരും ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട ഒരു പ്രത്യേകത, വിശ്വാസവും ജ്ഞാനവും കൂടി ഇങ്ങനെ മിക്സ് ആകണം. കുറേ ഒന്നുള്ളതിനെ ഒലക്കയും കൊണ്ട് അടിക്കണം മാരുത്ത വിശ്വാസം പോരാ എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ തത്വങ്ങൾ കുറേ നമ്മളിലുണ്ടെങ്കിൽ അത് വിശ്വാസമല്ല. അതെല്ലാം പറിച്ചു മാറ്റി ദൈവത്തിൻ്റെ കരുണയിലും ശക്തിയിലും വിശ്വസിക്കണം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് വേറെ ഒരു നാമവും ഇല്ല. ഈശോ മനുഷ്യനായി അവതരിച്ചത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയാണോ? എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തിയേ. അങ്ങനെ കരമുയർത്തിയവരൊന്ന് സ്തുതിച്ചേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകിയിട്ടില്ല. ഇതാണ് ഈശോ പറഞ്ഞത്, സുവിശേഷം പ്രഘോഷിക്കുന്നത് അടയാളങ്ങളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തും.
ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ശരീരത്തിൽ പ്രകടമായ വേദനയുള്ള 1-2 പേര് മുന്നോട്ട് വരിക. ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നത് കാണാം. നമ്മൾ നോക്കി നിൽക്കേ അവർക്ക് സൗഖ്യം കിട്ടും. ശരീരത്തിൽ പ്രകടമായ വേദനയുള്ള ആരെങ്കിലും സിസ്റ്റേഴ്സ് ഒന്ന് വരൂ. തലവേദന, നടുവേദന, തോളുവേദന, വയറുവേദന, ഇപ്പം വേദനയുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് വേഗം വാ. ഇപ്പോൾ വേദനയുള്ളവർ ഇവിടെ വാ. അച്ഛൻ ഒന്ന് വന്നാൽ കയറി നിന്നോളൂ. ഞാൻ എന്താ സിസ്റ്ററിൻ്റെ പേര്? ആൻസി. സിസ്റ്റർ ആൻസിക്ക് എവിടെ ഇപ്പോൾ വേദന? നടുവിന് വേദന ഉണ്ട്, കാലിന് വേദന. ഇപ്പോൾ വേദനയുണ്ടോ? അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വേദനയും ഇവിടെ വന്നപ്പോൾ ഉള്ള വേദനയും തമ്മിലൊന്ന് ചിന്തിച്ച് നോക്കി. ഇച്ചിരി കുറവുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് കുറവില്ല. ഓക്കെ. ഇപ്പോൾ ഈശോ ഈ വേദന പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എത്ര പേര് വിശ്വസിക്കുന്നു? ഇപ്പോൾ സിസ്റ്റർ ആൻസിയുടെ ഈ വേദന സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? ഓക്കെ, പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നിടത്താണ്. ശാലബല ഹലബല. യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ പൂർണ്ണ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ്. ശാലഹലബല. സിസ്റ്ററിൻ്റെ ഇവിടെ കൈവച്ചെന്ന് പ്രാർത്ഥിച്ചേ അമ്മ. അവിടെ കൈവച്ചെന്ന വേദനയുള്ളടത്ത് കൈവച്ചെന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിൻ കീഴെ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. താങ്ക് യു. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, ഒന്ന് കുനിഞ്ഞ് നോക്കിയേ, ഒന്ന് മുട്ടുകുത്തി നോക്കിയേ. ഈശോയെ ഒന്ന് ആരാധിച്ച് ഇനി എണ്ണിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറഞ്ഞുണ്ട്, നേരത്തേലും കുറവുണ്ട്, വളരെ കുറവുണ്ട്. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇല്ല. പക്ഷെ എന്തോ അവിടെ സ്പർശനം എന്തോ സംഭവിക്കണമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഒരു ചൂടുമായിട്ട് തോന്നുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നീങ്ങിക്കോ, ഇവിടെ വരൂ. സിസ്റ്റർ വരൂ. സിസ്റ്റർ എന്താ പേര്? റോസ്ലിൻ. ജോസ്ലിൻ. അമ്മയ്ക്ക് എവിടെയാണ് വേദന? ഷോൾഡർ. ഇവിടെ വേദനയുണ്ട്. ഇപ്പോൾ വേദനയുണ്ട്, ശരിക്കുണ്ട് വേദന ഇല്ലേ? സിസ്റ്റർ അച്ഛനും ഒന്ന് പ്രാർത്ഥിക്കണ്ടോ? ഈ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കും. ഓക്കെ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓ ശാലബല ഹലബല ശാലബലബലബലബലാവേ. ലോക സുവിശേഷവൽക്കരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ അമ്മമാരെ ഇവരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് അഭിഷേകം കൊടുക്കണമേ. വരദാനങ്ങൾ വളരണമേ, വരദാനങ്ങൾ വളർത്തണമേ, വരദാനങ്ങൾ തുറക്കണമേ, വരദാനങ്ങൾ തുറക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ആകാശത്തിൻ കീഴെ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കൊഴിയിൽ
വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഒന്ന് കൈ പൊക്കി നോക്കിയേ, ആ കൈ ഒന്ന് പൊക്കി അങ്ങോട്ട് തിരിഞ്ഞ് ആ കൈ പൊക്കി ഒരു സിന്ദാബാദ് വിളിച്ചേ എന്ന് പറഞ്ഞാൽ ജയ് കർത്താവിന് ഹല്ലേലൂയ വിളിച്ചേ. എങ്ങനെയുണ്ട് കൈ? കുറവുണ്ടല്ലേ? എനിക്ക് കഴപ്പ് കൊണ്ടങ്ങ് സഹിക്കാൻ വയ്യാത്ത കഴപ്പായിരുന്നു. കുറച്ച് വേദന വേണമായിരിക്കും. എന്നാലും എന്തോ ഒരു സംഭവം അവിടെ നടന്നുമായി തോന്നണില്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നീങ്ങി നിൽക്കൂ. ഈ അമ്മയ്ക്ക് എന്താണാവോ? രണ്ട് മുട്ടിനും വേദന, മുട്ട് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥ. പിന്നെ വയറ്റിന് സുഖമില്ല, പിന്നെ പല്ലിന് വേദന, കടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഓവറോളിങ് പല സ്ഥലങ്ങളിലുള്ള വേദനകളാണ്. ഓക്കെ, ഇപ്പോൾ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. മരീന. അപ്പോൾ മറ്റ് രണ്ട് അമ്മമാരും ഒന്ന് പ്രാർത്ഥിച്ചേ, അച്ഛനും പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ കർത്താവ് ഈ അമ്മയെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ വിശ്വാസത്തിലൂടെയാണ് ഈ സൗഖ്യം നടക്കുന്നത്. നിന്റെ വിശ്വാസം വലുതാണ് മകളെ. നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. മുട്ടിൻ്റെ വേദന സൗഖ്യപ്പെടുത്തണമേ, മുട്ടിൻ്റെ വേദന സൗഖ്യപ്പെടുത്തണമേ. വയറിൻ്റെ അസുഖം സൗഖ്യപ്പെടുത്തണമേ. പല്ലുകളെ പല്ലുകൾ കടിക്കുന്ന എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുത്തണം. ആകാശത്തിൻ കീഴെ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. എല്ലാവരും ശബ്ദമുയർത്തി നാമമല്ലാതെ ഈശോയെ ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട്. രക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിയേ, മുട്ട എങ്ങനെയുണ്ട്? വിശ്വസിക്കുന്നു. ഇപ്പൊ വേദന ഉണ്ട് ഇല്ലേ? മാറിക്കോളൂ അല്ലേ? പിന്നെ ഇവിടെ വയറ്റിലോ? അത് വീട്ടിൽ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന വേറൊരു കാര്യം, നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് വിശ്വാസത്തിൽ ഒരു തുടിപ്പ്, കുറച്ച് വിശ്വാസം വർദ്ധിച്ചു എന്ന് ഒരു ഫീലുള്ളവരൊന്ന് കരമുയർത്തി. വിശ്വാസം വർദ്ധിച്ച മാതിരി നമുക്കൊരു വിശ്വാസത്തിലൊരു ഭയങ്കര വളർച്ച. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ രോഗശാന്തി ശുശ്രൂഷയുടെ പ്രധാന കാര്യം. ലാസർ മരിച്ചു, ഉയർത്തു. പിന്നെ ലാസർ മരിച്ചില്ല. ഇയാൾ കുറച്ച് നേരത്തെ മരിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു? അപ്പോൾ എന്തിനാണ് ലാസറിനെ ഉയർപ്പിച്ചത്? വിശ്വാസത്തിൻ്റെ പ്രബോധനമാണ് നമുക്ക് തരുന്നത്. ഈ രോഗശാന്തികളും അത്ഭുതങ്ങളും എല്ലാം അടയാളങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള അടയാളം? കർത്താവ് ഈശോ മിശിഹ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യരുടെ ശരീരത്തെയും ആത്മാവിനെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരടയാളം. അതാണ്. താങ്ക് യു സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ വർദ്ധിക്കണം. നമ്മൾ ഇന്നലത്തെ പോലെ വീണ്ടും നമ്മൾ 3 പേരുടെ ഗ്രൂപ്പായിട്ട് നമ്മളൊരു അഭിഷേക പ്രാർത്ഥന നടത്തുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാ അഭിഷേകം എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പന്തക്കുസ്തായ്ക്ക് ശേഷം ഇതെല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. പന്തക്കുസ്തായ്ക്ക് പ്രാർത്ഥിച്ചു, അവിടെയൊക്കെ കുലുങ്ങി എന്ന് പറഞ്ഞു ഇല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ തളർന്നു. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിലെല്ലാം അവരെല്ലാവരും കൂടിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം ഭയങ്കര ജനറസാണ്. ആര് പ്രാർത്ഥിച്ചാലും
ക്രൈസ്തവർ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ അറിഞ്ഞൂടെ എന്തോരം അക്രൈസ്തവരാണ് നമ്മളെക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. അത്രയ്ക്ക് വിശാലമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങളും ദാനങ്ങളും പ്രത്യേകിച്ച് വിശ്വാസവും ജ്ഞാനവും തുറക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. 3 പേരുടെ ഗ്രൂപ്പാകുക. 3 പേരുടെ ഗ്രൂപ്പായിട്ട് ഒരാൾ മുട്ടുകുത്തുന്നു, അടുത്ത ആൾ തലയിൽ കൈവച്ച് 2 പേര് കൂടി പ്രാർത്ഥിക്കുന്നു. യെസ്, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം നൽകണമേ. പുതിയ ചക്രവാളങ്ങൾ തുറക്കട്ടെ, പുത്തൻ ചക്രവാളങ്ങൾ തുറക്കട്ടെ, പുതിയ ശുശ്രൂഷകൾ തുറക്കട്ടെ, വിളിക്കുള്ളിലെ വിളി തുറക്കട്ടെ, വിളിക്കുള്ളിലെ വിളി തുറക്കട്ടെ, ഞങ്ങളിൽ വസിക്കണമേ. വിളിക്കുള്ളിലെ വിളി തുറക്കട്ടെ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, ജ്ഞാനം നിറച്ചു നീ ഉപയോഗിക്കൂ. ഞങ്ങളെ വാർത്തെടുക്കൂ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വരദാനങ്ങളും തുറക്കണമേ. ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വരദാനങ്ങളും തുറക്കണമേ. ലംബ 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 ലംബ. ജ്ഞാനം നിറച്ചു നീ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, കർത്താവേ നന്ദി. കർത്താവേ നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി. ഈശോയെ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, അങ്ങ് അരുളി ചെയ്തു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും ഇവയേക്കാൾ വലിയവയും ചെയ്യും. ഓ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, നന്ദിയോടെ എണിക്കാം. അടുത്ത ആൾ മുട്ടുകുത്താം. വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും ഇവയേക്കാൾ വലിയവയും ചെയ്യും. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വരദാനങ്ങളെയും ഉണർത്തണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ.
തുറക്കണമേ. പുതിയ ചക്രവാളങ്ങൾ തുറക്കണമേ. പുതിയ ശുശ്രൂഷകൾ തുറക്കണമേ. വിളിക്കുള്ളിലെ വിളി തുറക്കണമേ. വിളിക്കുള്ളിലെ വിളി തുറക്കണമേ. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെക്കാൾ വലിയവ ചെയ്യും. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി. യേശുവേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളും അവയേക്കാൾ വലിയവയും ചെയ്യും. നന്ദിയോടെ അടുത്ത ആള്. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അഭിഷേകമാകണമേ. എല്ലാ വരദാനങ്ങളും തുറക്കണമേ. ശക്തമായി ഞങ്ങൾ ഉപയോഗിക്കുന്നതിന്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും രോഗികളെ സുഖപ്പെടുത്തുന്നതിനും കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനും പിശാചിനെ ഒഴിവാക്കുന്നതിനും സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. താങ്ക് യു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല എന്നും പൂർണ്ണമായി വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ നൽകും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നമ്മൾ പാപം ചെയ്യരുത് എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇനി എന്തെങ്കിലും കാരണവശാൽ ചെയ്തു പോയാൽ തന്നെയും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും പാപത്തിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ശുദ്ധീകരിക്കുകയും ദൈവീകരിക്കുകയും നീതീകരിക്കുകയും ശക്തീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിന്റെ അരുവിയായി, ജീവജലത്തിന്റെ അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. കൈയടിച്ച് പാടാം ദാഹത്തോടെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ,
നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ദാഹത്തോടെ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് ആത്മാവേ, പരിശുദ്ധാത്മാവേ. ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം ഞാൻ, ദൈവമകൾ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. സുതനായി മാറി ദൈവവും മനുഷ്യനും ഒന്നായ പാപിയം ഞാൻ ദൈവം സുതയായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ ദുർഗരാജ്യം എന്നിൽ തന്നെ പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആവേശത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവിനിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, എല്ലാവരിലും ദൈവാത്മാവിന്റെ ആത്മാവിലയിച്ചു പിതാവെന്ന് ഞാൻ വിളിച്ചു. കരങ്ങൾ ഉയർത്തി എന്റെ ആത്മാവിലയിച്ചു പിതാവെന്ന് ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ, പരിശുദ്ധാത്മാവേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ഭാഷാവൃത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഈ മക്കളിൽ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിറയട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഭാഷാവരത്തിൽ പുതിയ ഭാഷാവരങ്ങൾ ലഭിക്കട്ടെ, പ്രവചനങ്ങൾ ലഭിക്കട്ടെ, രോഗശാന്തി വരങ്ങൾ ലഭിക്കട്ടെ, അത്ഭുത സിദ്ധികൾ ഉണ്ടാകട്ടെ, വിളിക്കുള്ളിലെ വിളി തുറക്കട്ടെ.
ലബ്ബാ. വിശ്വാസം വർദ്ധിക്കണമേ, വിശ്വാസം വർദ്ധിക്കണമേ, വിശ്വാസം വർദ്ധിക്കണമേ. ലബ്ബാ 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 ലബ്ബാ. ലബ്ബട 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 ലബ്ബട. ഹർറബ്ബാ ഹർറബ്ബാ. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി 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 നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഹലബല ഹലബല. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഈശോ നമ്മോടൊപ്പമുണ്ട്. വിശ്വസിക്കുക, ദൃഢമായി ശരണപ്പെടുക. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. മുട്ടുകുത്തി ആരാധനാ മനോഭാവത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും. നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും.